ഇന്ത്യയുടെ ആയുധശേഷി പത്തിരട്ടി വർദ്ധിപ്പിച്ചെന്നും പാകിസ്ഥാനെ അടിക്കും തകർക്കും ഞൊട്ടുമെന്നൊക്കെ ഗീർവാണം മുഴക്കുന്ന നരേന്ദ്രമോദിക്ക് പാകിസ്ഥാൻ സൈനിക മേധാവി അസിൻ മുനീർ ചുട്ട മറുപടി നൽകിക്കഴിഞ്ഞു. പഹൽഗാൻ ഭീകരാക്രമണത്തിന് ശേഷം സിന്ധു നദീതട ജലകരാർ റദ്ദാക്കുകയും അവിടെ അണക്കെട്ട് പണിയുകയും ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച മോദിജിക്ക് അവിടെ അണക്കെട്ട് പണിതാൽ അത് ബോംബിട്ട് തകർക്കുമെന്നും മാത്രമല്ല ഗുജറാത്തിലെ ജാംനഗറിലെ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ പ്രതിദിനം 12 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ സംസ്കരിക്കുന്ന റിഫൈനറി തകർക്കുമെന്നും അസിം മുനീർ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ റിഫൈനറി തകർന്നാൽ ഇന്ത്യയിലെ 60% വാഹനങ്ങളും കട്ടപ്പുറത്താകും. ചരക്ക് നീക്കം നടക്കാതെ ഇന്ത്യയുടെ വിഭവങ്ങൾ ഒരു വശത്ത് കിടന്ന് നശിക്കുകയും മറുവശത്ത് കോടിക്കണക്കിന് ജനങ്ങൾ പട്ടിണി കിടന്ന് മരിക്കും എന്നല്ല, പട്ടിണിക്കിട്ട് കൊല്ലുമെന്ന് തന്നെയാണ് അസിം മുനീർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ രാജ്യത്തെ സകലവിധ വർഗീയ ഫാസിസത്തിനും അധർമ്മത്തിനും അനീതിക്കുമെതിരെ ശബ്ദമുയർത്താൻ തീരുമാനിച്ച എനിക്ക് ഒരു മോട്ടിവേഷൻ നൽകുന്നതിന് വേണ്ടി, ഒരു പ്രചോദനം നൽകുന്നതിന് വേണ്ടി എൻ്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്തും എന്നോട് സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി സത്യം പറഞ്ഞാൽ ഒരു രാഷ്ട്രീയക്കാരനോ രാഷ്ട്രീയ തന്ത്രജ്ഞനോ അല്ലെങ്കിൽ രാജ്യതന്ത്രജ്ഞനോ ഒന്നുമല്ലാതെ RSSകാരൻ എന്ന നിലയിൽ ഹൈന്ദവവൽക്കരണത്തിന് വേണ്ടി മാത്രം രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച ഒരു രാഷ്ട്രീയക്കാരാണ്. ഒരു RSSകാരൻ പ്രധാനമന്ത്രിയായതിൻ്റെ ദുരന്തം ഇനി വരാനിരിക്കുന്ന നൂറ്റാണ്ടുകളിൽ, വരാനിരിക്കുന്ന കാലങ്ങളിൽ നമ്മുടെ യുവതലമുറകൾ ദുരന്തം അനുഭവിക്കേണ്ടി വരുമോ എന്ന ആശങ്കയാണെന്ന് മതേതരവാദികളെ പിടികൂടിക്കൊണ്ടിരിക്കുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, അമേരിക്കയെ സ്നേഹിക്കാൻ പോയതാണ് ഏറ്റവും അധികം പ്രശ്നമാകുന്നതിൻ്റെ കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ തോളിൽ കൈയിട്ടും അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കാനും ഉമ്മ കൊടുക്കാനും കൂടി നടന്ന് ലോക നേതാവാകാൻ പോയ മോദി ഇപ്പം ലോക നേതാവെന്നല്ല, ആകെ നാറിയ അവസ്ഥ മാത്രവുമല്ല, നാം നേരിടാൻ പോകുന്ന ഭയാനകമായ ഭീഷണിയുടെ ഓർമ്മ വയ്ക്കുക. അതിന് കാരണം നിങ്ങൾ മനസ്സിലാക്കണം. കഴിഞ്ഞ ഒരു 1.5-2 മാസങ്ങൾക്ക് മുൻപ് നമ്മുടെ പാകിസ്ഥാനിലെ സൈന്യാധിപനായ അസിം മുനീറിനെ വൈറ്റ് ഹൗസിൽ വിളിച്ചു വരുത്തി ഡൊണാൾഡ് ട്രംപ് വിരുന്ന് സൽക്കാരം നടത്തിയിരിക്കുന്നു. സാധാരണഗതിയിൽ പർവേസ് മുഷറഫും അതുപോലെ തന്നെ സിയാൾ ഉൾഹക്കും തുടങ്ങിയ പാകിസ്ഥാൻ സൈനിക മേധാവികൾ അമേരിക്കയിൽ പോവുകയും വൈറ്റ് ഹൗസുമായി വിരുന്ന് ആഘോഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ പ്രസിഡന്റുമാരായിരുന്നപ്പോഴാണ് സംഭവിച്ചത്. അല്ലാതെ സൈനിക മേധാവികളെ അവിടെ വൈറ്റ് ഹൗസിൽ വിളിച്ചു വരുത്തി വിരുന്ന് ആഘോഷം നടത്തുന്നത് ചരിത്രത്തിലാദ്യമായ സംഭവമാണ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു സംഭവം നടന്നുവെന്ന് ചോദിച്ചാൽ, ട്രംപ് കുടുംബത്തിൻ്റെ ബിസിനസ്, ക്രിപ്റ്റോ ബിസിനസ് മുഴുവൻ നടത്തിക്കൊണ്ടു പോകുന്ന ആ കമ്പനിയിൽ നമ്മുടെ ഈ അസിം മുനീറിനെയും സൈന്യത്തെ പങ്കാളികളാക്കിക്കൊണ്ടുള്ള ഒരു ഭരണ സംവിധാനത്തിനാണ് അവർ നേതൃത്വം അവർ വിരുന്ന് നൽകി ആദരിച്ചത്. കാരണം ഇവിടെ പാകിസ്ഥാനിലെന്ന് പറയുന്നത് അതൊരു ജനാധിപത്യ രാജ്യമേ അല്ല, ഒരു സൈന്യാധിപത്യ രാജ്യമാണ്. ഏത് സമയത്തും ജനാധിപത്യത്തെ അട്ടിമറിച്ച് സൈന്യം ഭരണം കീഴടക്കിയെടുത്ത് കൊണ്ടുപോകുന്ന രാജ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ പൊതുമേഖലയ്ക്ക് പകരം അവിടെ പ്രൈവറ്റ് മേഖല മുഴുവൻ കൈയടക്കിയിരിക്കുന്നതും സമ്പത്തുണ്ടാക്കുന്നതും സൈന്യമാണ്. സൈന്യത്തിൽ നിന്ന് പിരിഞ്ഞവരാണ് അതിൻ്റെ എല്ലാം തലപ്പത്തിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ അവിടെ പെട്രോൾ പമ്പ്, സ്റ്റാർ ഹോട്ടലുകൾ, കമ്പനികൾ എല്ലാം സൈന്യത്തിൻ്റെ ഉടമസ്ഥതയിൽ നടക്കുന്നതാണ്. സൈന്യം കോടിക്കണക്കിന് സമ്പത്ത് ആർജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അതീത ശക്തി തന്നെയാണ് ഈ പാകിസ്ഥാൻ സൈന്യം. ആ സൈന്യത്തിൻ്റെ ലക്ഷ്യം പണം എന്നത് മാത്രമാണ്. അത് തന്നെയാണ് ട്രംപിൻ്റെ ലക്ഷ്യം. ട്രംപിന് മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. കാരണം ട്രംപ് ലോകസമാധാനത്തിന് വേണ്ടി ഇന്ന് നടക്കുന്നത് ഇവിടെ റഷ്യൻ യുദ്ധം അവസാനിപ്പിച്ച് എങ്ങനെയെങ്കിലും ഒരു നൊബേൽ സമ്മാനം, സമാധാനത്തിനുള്ള ഒരു നൊബേൽ സമ്മാനം നേടിയെടുക്കുക എന്ന ലക്ഷ്യമാണ് അദ്ദേഹത്തിൻ്റെ പിന്നിലുള്ളത്. അതിന് പ്രധാന കാരണം രാഷ്ട്രീയക്കാരൻ കൂടിയായ തൻ്റെ മകനെ അവിടെ
അമേരിക്കയുടെ അടുത്ത പ്രസിഡൻ്റാക്കി വാഴിക്കുക എന്ന ലക്ഷ്യം അതിന് പിന്നിലുണ്ട്. അങ്ങനെ വെറും കുശാഗ്രബുദ്ധിക്കാരനായ ബ്രൂട്ടലിസ്റ്റായ യുദ്ധക്കൊതിയനായ പണക്കൊതിയനായ ട്രംപിൻ്റെ വലയിൽ നമ്മുടെ മോദിജി വീണുപോയി എന്നതാണ് വാസ്തവം. അതിൻ്റെ ദുരന്തം നമ്മൾ അനുഭവിച്ചേ മതിയാവൂ, അനുഭവിക്കുക തന്നെ ചെയ്യും. കാരണം ട്രംപ് നമ്മളെ ഒരിക്കലും വിടുകയില്ല. നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് അതിഭയാനകമായ ചതിക്കുഴിയിൽ വീണുപോയ നമ്മുടെ മോദിജി രക്ഷപ്പെടുത്താനും നമ്മുടെ രാജ്യത്തെ രക്ഷപ്പെടുത്താനും അതുവഴി ഇവിടെ ജനാധിപത്യവും മതേതരത്വം പുലരാനും വേണ്ടി നമ്മുടെ വർഗീയ ഫാസിസ്റ്റുകൾ ഈ ഹൈന്ദവൽക്കരണമെന്ന അജണ്ട ഉപേക്ഷിച്ച് മതേതരവൽക്കരണം ഇവിടെ നടത്തുന്നതിന് വേണ്ടിയും ഇവിടെ പ്രയത്നിച്ചില്ലെങ്കിൽ നമ്മുടെ രാജ്യം യുദ്ധത്തിൻ്റെ കെടുതി അനുഭവിച്ച് ഗാസയിൽ നിന്ന് ജനക്കൂട്ടം അനുഭവിക്കുന്നത് പോലെ നിങ്ങൾ മനസ്സിലാക്കണം. ഗാസയെപ്പോലെ 1-2 കോടി ജനമല്ല ഇന്ത്യയിലുള്ളത്. 147 കോടി ജനങ്ങൾ ഇവിടെ പട്ടിണിയും ദാരിദ്ര്യവും അനുഭവിച്ച് നമ്മുടെ വരും തലമുറയിലെ പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ പട്ടിണി കിടന്ന് മരിക്കുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടാകും. അത്തരമൊരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ രാജ്യത്തെ സകലവിധ വർഗീയ ഫാസിസ്റ്റുകളും വർഗീയത ഉപേക്ഷിച്ച് ഹൈന്ദവൽക്കരണ ചിന്താഗതി ഉപേക്ഷിച്ച് മതേതര ചിന്താഗതി ഉൾക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ തയ്യാറാവണം. അതല്ലെങ്കിൽ നമുക്ക് നിക്കക്കള്ളിയില്ലാതെ നിലവിളിക്കേണ്ടി വരുന്ന ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരാധുനിക ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ മാത്രമേ മോദിജിയുടെ ഈ കുത്തഴിഞ്ഞ അതായത് ഹൈന്ദവൽക്കരണം എന്ന അമിതമോഹം അദ്ദേഹത്തെ അവിടെ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് അദ്ദേഹത്തെ തിരുത്താനും അമിത് ഷായെ തിരുത്താനും സകലവിധ സങ്കുച ചിന്താഗതികൾ ഉപേക്ഷിച്ചുകൊണ്ട് മതേതരത്വത്തിലേക്ക് വരണമെന്നും ജനാധിപത്യത്തിലേക്ക് വരണമെന്നും നിങ്ങൾ വർഗീയ ഫാസിസ്റ്റുകളോടും ഇവിടുത്തെ സകലവിധ ഹിന്ദു ജനതയോടും ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.